ആമുൽ ഹുസ്ൻ എന്ന പേരിൽ ചരിത്രം വിലയിരുത്തിയ ദുഃഖവർഷത്തിൽ പുറത്ത് അവിടത്തേക്ക് താങ്ങും തണലുമായി നിലകൊണ്ട അബൂ ത്വാലിബ്, കുടുംബത്തിൽ സാന്ത്വനത്തിന്റെ സ്നേഹ വചസ്സുകൾ കൊണ്ട് അവിടത്തെ സമാധാനിപ്പിച്ച പ്രിയതമ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയും വിടവാങ്ങിയതിൻ്റെ താങ്ങാൻ കഴിയാത്ത ദുഃഖഭാരത്താൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയുന്നു. കഠിനമായ എതിർപ്പ് 10 മടങ്ങ് വർദ്ധിച്ചു. പുതിയ പ്രബോധന പോർമുഖം തുറക്കുന്നതിനു വേണ്ടി ത്വായിഫിലേക്ക് ചെന്നപ്പോൾ അതിക്രൂരമായ മർദ്ദനമാണ് അവിടത്തെ കാത്തിരുന്നത്. തിരിച്ച് മക്കയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ തടയാൻ ആളുണ്ടായി. എങ്കിലും ചില മാന്യന്മാരുടെ ഇടപെടൽ കാരണം മക്കയിലേക്ക് തിരിച്ചു കടക്കാൻ കഴിഞ്ഞു. ഇനി മുത്തുനബിയെ സാന്ത്വനപ്പെടുത്താൻ, ആശ്വസിപ്പിക്കാൻ ആരുമില്ലാത്ത ഈ സമയത്ത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നേരിട്ട് ഒരാത്മീയ ടൂർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. നുബുവത്തിന്റെ 11-ാം വർഷം റജബ് മാസം 27-ാം രാവിൽ വിശുദ്ധ ഹറം ഷരീഫിൽ നിന്ന് ബൈത്തുൽ മഖ്ദസിലേക്ക് നടന്ന രാപ്രയാണവും തുടർന്ന് സപ്താശ ആകാശങ്ങൾക്കും മേലെ സിദ്റത്തുൽ മുന്തഹയും ബഹറുൻ നൂറും കടന്നുള്ള മിഅ്റാജും യഥാർത്ഥത്തിൽ പ്രവാചകരെ സാന്ത്വനപ്പെടുത്താൻ, സമാധാനിപ്പിക്കാൻ, ധൈര്യവും സ്ഥൈര്യവും പ്രബോധന രംഗത്ത് പകർന്നു കൊടുക്കാൻ അള്ളാഹു ഒരുക്കിയ ഒരാത്മീയ യാത്രയായിരുന്നു. ആ യാത്രയുടെ പൊരുളുകൾ നമ്മൾ ചികഞ്ഞന്വേഷിച്ചാൽ ഒരു ദിവസം പറഞ്ഞാൽ തീർക്കാൻ കഴിയാത്ത ആശയങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതുണ്ട്. നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതുവഴിയിലേക്ക് കടന്നു പോകുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ യാത്ര നൽകിയത് വല്ലാത്തൊരാത്മീയ കരുത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. വളരെ മഹാത്ഭുതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ സംഭവത്തെ വിശദീകരിക്കുന്നത്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. പ്രപഞ്ചാധിപനായ അല്ലാഹു രാത്രിയുടെ ഒരല്പസമയം കൊണ്ട് പരിശുദ്ധ ഹറം ഷരീഫിൽ നിന്ന് ആ കാലത്തൊരു മാസത്തെ വൈദൂരമുള്ള ബൈത്തുൽ മഖ്ദസിലേക്ക് രാപ്രയാണം ചെയ്യിച്ചു തന്റെ അടിമയെ. എന്താണ് ആ രാപ്രയാണത്തിന്റെ വിശദീകരണമായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്? ആ യാത്രയിൽ പ്രവാചകർക്ക് ഒരുപാട് ആത്മീയമായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ അള്ളാഹു അവസരം കൊടുത്തിട്ടുണ്ട്. ഹദീസുകളിൽ കാണാൻ കഴിയും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബുറാക്കിലേറി ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചപ്പോൾ അല്പം കഴിഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, ഇവിടെ ഇറങ്ങൂ നബിയെ, ഇവിടെ വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ ഇറങ്ങി ദുആ ചെയ്തു. എന്നോട് മഹാനവറുകൾ ചോദിച്ചു, അറിയോ ഏതാണ് ഈ സ്ഥലം? അവിടുന്ന് പറഞ്ഞു, എനിക്കറിയില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, തങ്ങളെ ഹാദിഹി ത്വയ്ബ അൽ മുഹാജറത്തു ഇലൈഹാ. നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന നടത്തിയ സ്ഥലം ഇതാണ് ത്വയ്ബ എന്ന് പറയുന്ന, അഥവാ പിന്നീട് മദീനത്തുൻ നബവി എന്ന പേരിൽ അറിയപ്പെട്ട ആ നഗരിയാണ് നിങ്ങളിപ്പോൾ ഇറങ്ങി പ്രാർത്ഥന നടത്തിയത്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലത്ത് അതിനു മുമ്പ് തന്നെ നുബുവത്തിന്റെ 11-ാം കൊല്ലം ബൈത്തുൽ മഖ്ദസിലേക്ക് യാത്ര പോകുന്നതിന്റെ ഇടയിൽ ആദ്യം ബുറാക്ക് ലാൻഡ് ചെയ്തത്, സ്റ്റോപ്പ് അനുവദിച്ചത് അവിടെയായിരുന്നു. അവിടുന്ന് ദുആ ചെയ്തിട്ടാണ് നബിതങ്ങൾ പോകുന്നത്. ആ സ്ഥലത്തിന്റെ സവിശേഷതയാണ്. അത് കഴിഞ്ഞ് പിന്നീട് യാത്രക്കിടെ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങാൻ ആവശ്യപ്പെട്ടു.
നബിതങ്ങൾ പറഞ്ഞു, ഞാൻ ഇറങ്ങി. എന്നോട് പറഞ്ഞു, ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇത് തൂരി സീനാ പർവ്വതമാണ്. മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിൽ നിന്ന് തൗറാത്ത് സ്വീകരിച്ച, അവിടത്തോട് സംസാരിച്ച പുണ്യസ്ഥലമാണ്. മഹാന്മാരുടെ ചരിത്രങ്ങൾ അന്തിയുറങ്ങുന്ന പുണ്യകേന്ദ്രങ്ങളെ സന്ദർശിച്ചുകൊണ്ടാണ് റബ്ബിന്റെ സവിധത്തിലേക്കുള്ള യാത്ര. അതിലൊക്കെ വലിയ രഹസ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് മൂന്നാമത് ബുറാക്ക് എവിടെയാണ് സ്റ്റോപ്പ് അനുവദിക്കപ്പെട്ടത്? മുത്തുനബിയോട് പറഞ്ഞു, ഇറങ്ങൂ നബിയെ, പ്രാർത്ഥന നടത്തൂ. സ്ഥലം ഏതാണെന്നറിയുമോ? ഇത് ബൈത്തുലഹം എന്ന് പറയുന്ന സ്ഥലമാണ്, ഫലസ്തീനിലുള്ള സ്ഥലമാണ്. ഇവിടെയാണ് മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജന്മഗൃഹം. അവിടെ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. മഹാന്മാരുടെ ജന്മദിനത്തിനു മാത്രമല്ല, അവരുടെ ജന്മസ്ഥലത്തിനും മഹത്വമുണ്ട്. ഫത്ഹുൽ ബാരി എടുത്തു നോക്കൂ, ഈ ഹദീസ് ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും, ഇസ്രാഇന്റെ ബുഖാരിയുടെ അധ്യായം വിശദീകരിച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് നാലാമത് ഒരു സ്ഥലത്തേക്ക് കൂടെ പോയി. ഏതായിരുന്നു ആ സ്ഥലം? അത് കസീബുൽ അഹ്മർ എന്നറിയപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്തുള്ള മഖ്ബറയാണ്. അവിടെ അതാ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യുകയാണ്. മുത്തുനബി തന്നെ പറഞ്ഞു, ഇന്നി റഅയ്തു മൂസാ ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഖബറിൽ നിന്ന് നിസ്കരിക്കുന്നതായി ഞാനതാ കണ്ടു എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്ത്, ഈസാ നബിയുടെ ജന്മസ്ഥലം സന്ദർശിച്ച്, മൂസാ നബി തൗറാത്ത് വാങ്ങിയ സ്ഥലം സന്ദർശിച്ച്, ഇനി മസ്ജിദുൻ നബവി വരാൻ പോകുന്ന പവിത്രമായ ഹറം സന്ദർശിച്ച്, അതിനുശേഷമാണ് ബൈത്തുൽ മഖ്ദസിലെത്തുന്നത്. അവിടെ മരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമായ സർവ്വ അമ്പിയാക്കളും പ്രവാചകന് ധൈര്യവും സ്ഥൈര്യവും പകരാൻ കാത്തുനിന്നു. അവർ പിന്തുണയർപ്പിച്ചു. അതുകൊണ്ട് ത്വായിഫുകാരുടെ പീഡനങ്ങളോ മക്കക്കാരുടെ എതിർപ്പുകളോ നിങ്ങൾ പരിഗണിക്കാതെ പ്രബോധന ഘോതയിൽ നിങ്ങൾ മുന്നേറുക എന്ന ധൈര്യം ആത്മീയ ലോകത്തുനിന്ന് പ്രവാചകർക്ക് കിട്ടുകയാണ്. അത് കഴിഞ്ഞ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ 7 ആകാശങ്ങളും കടന്നു, സിദ്റത്തുൽ മുന്തഹ കയറി, ബഹറുന്നൂർ മറികടന്ന് യജമാനനായ റബ്ബ് മുത്തുനബിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു സ്ഥലം. അള്ളാഹുവിന് സ്ഥലവും കാലവുമില്ല. അവൻ പ്രപഞ്ചാതീതനാണ്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ്. കാലവും സ്ഥലവും ഒക്കെ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അതിന് വിധേയപ്പെടുന്നവനല്ല അള്ളാഹു എന്നതിനാൽ മുത്തുനബിക്ക് അള്ളാഹു ഒരു സ്ഥലം തെരഞ്ഞെടുത്തു. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് സംസാരിക്കാൻ തൂരി സീനാൻ പർവ്വതം മൂസാ നബിക്ക് അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്തതുപോലെ ഉപരിലോകത്ത് ഒരത്ഭുത കേന്ദ്രത്തിൽ മുത്തുനബിയെ എത്തിച്ചു. അള്ളാഹു മുത്തുനബിയുമായി മുനാജാത്ത് നടത്തി. അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ അവിടെ വെച്ചതാ അള്ളാഹു തന്റെ അടിമക്ക് ദിവ്യബോധനം നൽകിയ കാര്യങ്ങളെല്ലാം അവിടത്തേക്ക് കൊടുത്തു. ആ നൽകിയതിൽ പല വിഭവങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 വഖത്ത് നിസ്കാരമടക്കം ഈ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയ അനുഗ്രഹീത യാത്ര. ആ യാത്ര കഴിഞ്ഞ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ രാത്രി തന്നെ നേരം പുലരുന്നതിന്റെ മുമ്പായി പരിശുദ്ധമായ മക്കയിലേക്ക് തിരിച്ചെത്തുകയാണ്. ഇതോടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടെൻഷനുകൾക്കൊക്കെ അവസാനമായി. എല്ലാ എതിർപ്പുകളെയും അവഗണിച്ച് പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കാനുള്ള ആത്മധൈര്യം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കുകയാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രബോധന രംഗത്ത് വീണ്ടും സജീവമാകുന്നു. റമളാൻ കഴിഞ്ഞ ഉടനെയുള്ള ശവ്വാലിലാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നോമന പുത്രി അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇണയായി നിക്കാഹ് ചെയ്യപ്പെടുന്നു. മുത്തുനബിയുടെ ജീവിതത്തിൽ എവിടെയും അല്ലാഹുവിന്റെ ചില പ്രത്യേകമായ നിയന്ത്രണങ്ങളും കരുനീക്കങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇങ്ങനെ ഒരു ഇണയെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തതും സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്.
ഒന്നിലേറെ തവണ ആയിഷ ബീവിയുമായി ബന്ധപ്പെട്ട വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ ഏറ്റവും ബുദ്ധിമതിയായ, പക്വതയുള്ള, പാണ്ഡിത്യമുള്ള മുത്തുനബിയുടെ സ്വകാര്യ ജീവിതം വരെ മാലോകർക്ക് പാഠമാകണമെന്നത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. അത് ലോകത്തിനു മുമ്പിൽ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തയായ ഒരു ഇണ, അത് പ്രബോധന ദൗത്യത്തിന്റെ പരിപൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് അള്ളാഹു കണ്ടതുകൊണ്ടാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആയിഷ ഉമ്മയെ അള്ളാഹുവിന്റെ ഹബീബിന് വേളി കഴിച്ചു കൊടുക്കാൻ അള്ളാഹു കരുക്കൾ നീക്കിയിട്ടുള്ളത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വളരെയേറെ സന്തോഷിച്ച നിമിഷമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കുള്ള ഈ ഹാർദമായ ബന്ധത്തെ ഇനി അടുത്ത ബന്ധുക്കളായി മാറുന്നതോടുകൂടി ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചതിൽ മഹാനവറുകൾ വല്ലാത്ത സന്തുഷ്ടനായി. എന്നാൽ വളരെ ചെറുതായതുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുപോകാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിരുന്നില്ല. പ്രായപൂർത്തി എത്തട്ടെ എന്ന് കരുതി കാത്തു നിന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ എതിരാളികളുടെ എതിർപ്പും അവരുടെ പീഡനവും കളിയാക്കലും പ്രയാസങ്ങളും ഒക്കെ ആയെങ്കിലും അവിടുത്തെ പ്രബോധനത്തിന് വേറെ ചില രീതി അവിടുന്ന് തെരഞ്ഞെടുത്തു. മക്കക്കാർ അവർ ഈ ഹിദായത്തിന്റെ വിളിയിലേക്ക് ചെവി കൊടുക്കാതിരുന്നപ്പോൾ ധാരാളം വിദേശികൾ ഇടക്കിടക്ക് വന്നു പോകുന്ന മണ്ണാണ് മക്ക. കഅബം കാണാൻ വരുന്നവർ, തവാഫിന് വരുന്നവർ, ഹജ്ജിന് വരുന്നവർ, ജാഹിലിയ കാലത്തും ആ ആചാരങ്ങളൊക്കെ ഒരു രീതിയിൽ നിലനിന്നിരുന്നുവല്ലോ. അങ്ങനെ വരുന്ന വിദേശീയരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യമായി കണ്ട് അവർക്ക് ദീനിന്റെ സന്ദേശങ്ങൾ കൈമാറുന്ന ഒരു പുതിയ പ്രബോധന രീതി സ്വീകരിച്ചപ്പോൾ നുബുവത്തിന്റെ 11ാമത്തെ കൊല്ലം മദീനയിൽ നിന്ന് വന്ന ഹസ്റജ് ഖബീലയിൽപ്പെട്ട 6 സഹോദരങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അവർ നേരത്തെ അന്ത്യപ്രവാചകനുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മദീനയിലെ ജൂതന്മാരിൽ നിന്ന് ശ്രവിക്കാനിടയായിരുന്നു. മദീനയിലെ ജൂതവിഭാഗവുമായി എപ്പോഴും പരസ്പരം ഏറ്റുമുട്ടലിന്റെ വക്കിൽ എത്തി നിന്നവരായിരുന്നു ഔസും ഖസ്റജ്. ആ സമയങ്ങളിലെല്ലാം ജൂതന്മാർ ഇവരോട് പറയാറുള്ളത്, അന്ത്യദൈവദൂതർ ഈ അടുത്ത കാലത്ത് വരും, വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങളുണ്ടാകും, എന്നിട്ട് നിങ്ങൾക്കെതിരെ യുദ്ധം നടത്തും, നിങ്ങളെ ഞങ്ങൾ തോൽപ്പിക്കും. ഇത് പലപ്പോഴും ഔസ് ഖസ്റജ് ഗോത്രങ്ങളെ പറഞ്ഞ് ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ജൂതന്മാരുടെ പതിവായിരുന്നു. അത് അവരെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് ഇവരെ സമീപിച്ച് ഈ ദീനിനെ പരിചയപ്പെടുത്തി സംസാരിച്ചപ്പോൾ അവർ പരസ്പരം പറയാൻ തുടങ്ങി, യാ ഖൗം തഅലമൂന വല്ലാഹി ഇന്നഹു നബിയുല്ലദീ തുഇദുകും ബിഹി യഹൂദ്. നിങ്ങൾ അറിയണം, ജൂതന്മാർ നമ്മെ ഭയപ്പെടുത്താറുള്ള ആ നബിയാണ് ഈ വന്നത്. അതുകൊണ്ട് ഫലാ യസ്ബിഖന്നകും ഇലൈഹി, ജൂതന്മാർ ഈ നബിയിൽ വിശ്വസിക്കുന്നതിന് മുമ്പ് നമുക്ക് ആ നബിയെ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് ഈ 6 ആളുകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാൻ തയ്യാറായി. നബി തങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി. മിറാജിന് പോയ അന്ന് ത്വയ്ബയിലൂടെയാണ്. ത്വയ്ബ എന്നത് മദീനയുടെ ഒരു പേരാണ്. അതാണ് മുത്തുനബിയുടെ ഹിജ്റയുടെ നാട് എന്ന് അന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിൽപ്പെട്ട 6 ആളുകളെ ഇസ്ലാമിലേക്ക് കിട്ടിയതിൽ വലിയ സന്തോഷമായി. അടുത്ത കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നുകൂടി ഹജ്ജ് വേളയിൽ മദീനക്കാരെ സമീപിക്കാൻ തീരുമാനിക്കുകയും ആ വർഷം
10 ഖസ്റജ് ഗോത്രക്കാരും 2 ഔസ് ഗോത്രക്കാരും അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെടുകയും അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് അവരാവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങൾ മദീനയിൽ ഈ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊള്ളാം. അതിന് യോഗ്യനായ ഒരു പ്രബോധകനെ നിങ്ങൾ ഞങ്ങളെ കൂടെ വിട്ടുതരണം. അള്ളാന്റെ ഹബീബിന് ആരെ പറഞ്ഞേക്കും എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ഇന്നലെ നമ്മൾ പരിചയപ്പെട്ട സയ്യിദുനാ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കുടുംബത്തിൽ നിന്ന് ഉടുതുണി പോലും ഉരിഞ്ഞു വാങ്ങി പുറത്താക്കപ്പെട്ട് മുഴുസമയ പ്രബോധകനായി അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ആ ചെറുപ്പക്കാരൻ വശ്യമായ ശൈലിയിൽ ആളുകളെ സമീപിക്കാനും ദീന് പരിചയപ്പെടുത്താനും കെൽപ്പുള്ള മഹാൻ, ആ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെയാണ് അള്ളാഹിന്റെ ഹബീബ് ഈ സഹോദരങ്ങളെ കൂടെ മദീനയിലേക്ക് പറഞ്ഞയക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, ഏത് കാലഘട്ടത്തിലെ പ്രബോധകന്മാർക്കും വലിയ മാതൃകയാണ് മിസ്അബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ മദീനയിൽ ചെന്ന് ഓരോ വീടും കയറി, ഓരോ തെരുവിലും ചെന്ന്, ടൗണുകളിൽ ചെന്ന് എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹത്തോടെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മുത്തുനബി തങ്ങൾക്ക് മദീനയിലേക്ക് പോകാനുള്ള ഓർഡർ വരുന്ന സമയമായപ്പോഴേക്ക് ചുരുങ്ങിയ 2 വർഷം കൊണ്ട് മദീനയിലെ മുഴുവൻ വീടുകളിലും ഒരു മുസ്ലിമെങ്കിലും ഉണ്ടാകുന്ന വിധത്തിൽ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു പ്രബോധനം നടത്തുന്നു. മഹാനവറുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ദീനീ ദഅവകൾക്കും അല്ലാഹു ബറക്കത്ത് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ആ മഹാനാണ് മദീനയിൽ ഇസ്ലാമിന്റെ അടിത്തറ ഭദ്രമാക്കിയത്. ഇതോടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. മദീന നമുക്കൊരു നല്ല നാടായി മാറും. പീഡിപ്പിക്കപ്പെടുന്നവരോട് മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഹിജ്റ പോകാൻ ഏറ്റവും നല്ലത് മദീനയിലേക്കാണ്. വിശ്വാസികൾ ഓരോരുത്തരെയും വിളിച്ച് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് പോയിക്കോളൂ. അവിടെ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. നമ്മളെ സഹോദരൻ മിസ്അബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ അവിടെ സജീവ പ്രബോധന പ്രവർത്തനം നടക്കുകയാണ്. നിങ്ങളൊക്കെ പോയി ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകുക. മദീന നമുക്ക് അഭയമായി മാറും. അങ്ങനെ ഓരോരുത്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ മദീനയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നുബുവത്തിന്റെ 13ാമത്തെ കൊല്ലം മുത്തുനബിക്ക് 53 വയസ്സായ സമയത്ത് അന്ന് ഹജ്ജിന് വേണ്ടി മദീനയിൽ നിന്ന് മിസ്അബ് റളിയല്ലാഹുവിന്റെ പ്രബോധനം സ്വീകരിച്ച് മുസ്ലിമായ ധാരാളം ആളുകൾ മക്കയിലേക്ക് ഹജ്ജിന് വന്നു. ആ കൂട്ടത്തിൽ 75 പുരുഷന്മാരും 2 സ്ത്രീകളും ഉൾപ്പെടെ 77 പേര് മക്കയിലേക്ക് ഹജ്ജിന് വന്നിട്ടുണ്ടായിരുന്നു. മുത്തുനബി നേരത്തെ ഇവരുമായി ഉണ്ടാക്കിയ കരാറനുസരിച്ച് ഇവരുമായി ഒന്ന് അർദ്ധരാത്രിയിൽ സംഗമിക്കാൻ തീരുമാനിച്ചു. എല്ലാവരും മിനയിൽ ടെന്റിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഇവരോട് സ്വകാര്യമായി ജംറത്തുൽ അഖബയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. മിനയുടെ ഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നത് ജംറത്തുൽ ഊലയാണ്. മിനയിൽ നിന്ന് നമ്മൾ ജംറ കല്ലെറുന്നിടത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തത് വുസ്തയാണ്. ജംറത്തുൽ അഖബ ഏറ്റവും മക്കയുടെ ഭാഗത്തുള്ള 3ാമത്തെ തൂണാണ്. അതിന്റെ പരിസരത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും രാത്രി വിശ്രമിക്കുന്ന സമയത്ത് ഈ മദീനാവാസികൾ പതുക്കെ എഴുന്നേറ്റ് അവരതാ ജംറത്തുൽ അഖബയുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വന്നു. ഇത് ഒരു കുട്ടി അറിയാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബും പാതിന നേരത്തെ അവിടുത്തെ വീട്ടിൽ നിന്ന് നടന്നു വന്നു. കൂടെ ആരുണ്ട്? മഹാനായ അബ്ബാസ് തങ്ങളുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടില്ലെങ്കിലും മുത്തുനബിക്ക് സംരക്ഷണം കൊടുക്കുന്ന ആളാണ്. നബിതങ്ങൾ ഇവരെ സിർറ് കാരണം മദീനയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇവരുമായി നടത്താൻ പോകുന്നത്. കൂടെ ചെന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു ആമുഖമായി പറഞ്ഞു, ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങളെ ബന്ധുവായ അൽ അമീനിനെ സംരക്ഷിക്കാൻ തയ്യാറാണ്. നിങ്ങളായിട്ട് അവന് സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു വന്നവരാണ്. അത് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കണം.
അല്ലെങ്കിൽ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. വന്നവര് പറഞ്ഞു, ഞങ്ങൾ തീർച്ചയായും സംരക്ഷണം കൊടുക്കും. ആ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാൻ വന്നത്. അങ്ങനെ നബി തങ്ങൾ അവരുമായി ഒരു കരാറുണ്ടാക്കി. ഉബായിഉക്കും അലാ അൻ തംനഊനി മിമ്മാ തംനഊന മിൻഹു നിസാഅക്കും വഅബ്നാഅക്കും, നിങ്ങളെ സ്വന്തം ഭാര്യമാരെയും മക്കളെയും ഏതൊക്കെ വിധത്തിൽ നിങ്ങൾ സംരക്ഷിക്കുമോ അതുപോലെ നിങ്ങൾ എന്നെയും സംരക്ഷിക്കണം. അതാണ് അവരുമായി ഉണ്ടാക്കിയ ഉടമ്പടി. അപ്പൊ ഈ മഹാന്മാര് ചോദിച്ചു, നബിയെ, ഞങ്ങളത് നടപ്പിൽ വരുത്തുകയാണെങ്കിൽ അതിന് പകരം ഞങ്ങൾക്ക് എന്തു തരും? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗം തരാം. സന്തോഷത്തോടെ അവര് ആഹ്ലാദത്തോടെ അത് സ്വീകരിച്ചു. ആ സ്ഥലമാണ് ജംറത്തുൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന തൂണിന്റെ പരിസരം. അവിടെ ഇന്ന് നമ്മൾ ചെന്നാൽ ഒരു പഴയ പള്ളിയുടെ അടിത്തറയും അതിൻ്റെ മിഹ്റാബും ചുമരിൻ്റെ അല്പം ഭാഗമൊക്കെ കാണാം. ഈ അടുത്ത് JCB ഉപയോഗിച്ച് വികസനത്തിന് വേണ്ടി മണ്ണ് നീക്കിയപ്പം അത് പുറത്ത് കണ്ടതാണ്. സൗദിയുടെ പഴയ നയമനുസരിച്ച് ഇങ്ങനത്തെ പ്രാചീനമായ ആസാറുകളൊക്കെ പൊളിച്ചു കളയലായിരുന്നു. അബ്ദുള്ള രാജാവ് വന്നതിന് ശേഷം അതൊക്കെ സംരക്ഷിക്കണമെന്നൊരു പുതിയ ആശയം വരികയും ഇന്നത് തകർക്കാതെ അത് അവിടെ തന്നെ നിലനിർത്തിയത് കാണുന്നുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഈ കരാർ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനക്കാർ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. ഇനി അള്ളാഹുവിന്റെ അനുമതി കിട്ടണം. അതിനു മുമ്പ് മുത്തുനബി എന്ത് ചെയ്തു? എല്ലാവരെയും മദീനയിലേക്ക് വിടാൻ തീരുമാനിച്ചു. ഇവിടത്തെ ഈ വിപത്തിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിമോചനമുണ്ടാകാൻ സ്വന്തം നാടും വീടും സമ്പാദ്യവും എല്ലാം വിട്ട് ദീനിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി മഹാന്മാർ പോകുകയാണ്. എല്ലാവരും പോകുന്നത് വളരെ രഹസ്യമായി. രാത്രിയുടെ യാമങ്ങളിൽ ഇരുട്ടിന്റെ മറവിലാണ്. 2 വ്യക്തികൾ മാത്രമാണ് പരസ്യമായി ഹിജ്റ പോയത്. അത് ഒന്ന് മഹാനായ സയ്യിദുന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. മറ്റൊന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോൾ പരിശുദ്ധ കഅബയിൽ വന്ന് പരസ്യമായി തവാഫ് ചെയ്തു. തവാഫ് പൂർത്തീകരിച്ചതിന് ശേഷം അവിടെ തടിച്ചുകൂടി നിന്നിരുന്ന ഖുറൈശികളെ നോക്കി മഹാൻ വെല്ലുവിളിച്ചു, മൻ അറാദ അൻ തസ്കിലഹു ഉമ്മു, ഉമ്മയുടെ നിലവിളി കേൾക്കണമെന്ന് ആഗ്രഹമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഔ യൂത്തിമ വലദഹു, സ്വന്തം മക്കളെ അനാഥരാക്കണമെന്ന് ആർക്കെങ്കിലും പൂതിയുണ്ടോ? ഔ തുർമില സൗജത്ത, ഭാര്യമാരെ വിധവകളാക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? ഫൽയൽഖിനി വറാഅ ഹാദൽ വാദി, ആ മലഞ്ചെരുവിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നെയുമായി ഒന്ന് കണ്ടുമുട്ടാൻ വരിക, അവിടെ വെച്ച് കാണാം. ഞാൻ ഹിജ്റ പോകുകയാണ്, തടയാൻ ആണത്തമുള്ളവർ വന്നോളൂ എന്ന് പറഞ്ഞ് വാളും മിന്നിയിട്ട് മഹാൻ ഹറമിന്റെ അപ്പുറത്തേക്ക് നിന്നു. ഹറമെന്നത് പറ്റൂലല്ലോ, അന്നു ആ ഹുർമത്ത് ഹറമിനാണ്. ഹറമിന്റെ പുറത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ മഹാനവറുകൾ കൂളായി നടന്നു. കൂടിയിരുന്ന ഖുറൈശികൾ ഇങ്ങനെ നോക്കിയാട്ടും കേട്ടു. ഒരുത്തരാണ് ചെല്ല് ചെല്ല്, എല്ലാവരും ചെല്ല് ചെല്ലുന്നവരെ ആർക്കും പോകാൻ ധൈര്യമല്ല. അങ്ങനെ മഹാനവറുകൾ ധൈര്യമായി, ആരും വെല്ലുവിളി ഏറ്റെടുത്തില്ല, പരസ്യമായിട്ട് പോയി. ഇനി മക്കയിൽ ബാക്കിയുള്ളത് ആരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സന്തത സഹചാരിയായ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതുപോലെ അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ. ഹിജ്റ പോകാൻ കെൽപ്പില്ലാത്ത ചില ദുർബലന്മാരായ പാവപ്പെട്ട ആളുകൾ, ഇവരല്ലാത്ത മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ ഹബീബ് മദീനയിലേക്ക് നേരത്തെ യാത്രയാക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോകണമെങ്കിൽ അള്ളാഹിന്റെ അനുമതി കിട്ടണം. പക്ഷേ ആ സമയത്ത് ഖുറൈശികൾ രംഗം നിരീക്ഷിച്ചു. അവർ പരസ്പരം പറയാൻ തുടങ്ങി, ഇതെന്തോ രഹസ്യമുണ്ട് ഇതിന്റെ പിന്നിൽ, എല്ലാവരും ഇവിടുന്ന് നാടുവിടുകയാണ്. ഇനി ഒരു സുപ്രഭാതത്തിൽ മുഹമ്മദിനെ നമ്മൾ കാണൂല. അതിനാൽ ഇവര് വേറെ ഏതോ നാട്ടിൽ ചെന്ന് ശക്തി സംഭരിച്ച് നമ്മളെ തിരിച്ചടിക്കാനുള്ള സാധ്യത മുന്നിൽ കാണണം. അതിനാൽ വേണ്ടത് അടിയന്തരമായി ചെയ്യണം. അങ്ങനെ ദാറുൻ നദ്വ എന്ന ഖുറൈശികളുടെ ഓഫീസിൽ എല്ലാ പൗരപ്രമുഖരും ചേർന്ന് യോഗം ചേർന്നു.
ആ യോഗത്തിൽ പൊരിഞ്ഞ ചർച്ച എന്താ നമ്മൾ മുഹമ്മദിന് ചെയ്യേണ്ടത്. ഒരാൾ ചർച്ച തുടങ്ങുമ്പോൾ വേറൊരാൾ കയറി വരുന്നു, കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ. അയാളെ വേഷം കാണുമ്പം നജിദുകാരുടെ വേഷമാണ്. അങ്ങനെ അയാളുടെ മുഖഭാവവും ശൈലിയും ഒക്കെ കണ്ടപ്പം പ്രായമുള്ള ഒരാളല്ലേ, അപരിചിതനാണെങ്കിലും തടയണ്ട, അയാൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു അബൂജഹൽ. അങ്ങനെ ചർച്ച ആരംഭിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് നല്ലത് ഇവിടെ പട്ടിണിക്കിട്ട് കൊല്ലലാണ്, ഒരു റൂമിൽ കെട്ടിയിടുക, അങ്ങനെ ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ നമുക്കങ്ങനെ അങ്ങോട്ട് കൊന്നുകളയാ, ഇതാണ് മുഹമ്മദിനെ നശിപ്പിക്കാൻ ഏറ്റവും നല്ലത്. പലരെയും ഇതിനു മുമ്പ് അങ്ങനെ കുറേശ്ശികൾ കൊന്നിട്ടുണ്ട്. അപ്പൊ ഈ വയസ്സം വന്നു പറഞ്ഞു, എഴുന്നേറ്റ് പറഞ്ഞു, അതൊരു നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബനു ഹാഷിമും ബനു മുത്തലിബും ഇവിടെ ഉണ്ട്. അവരെ കൂട്ടത്തിൽപ്പെട്ട മുഹമ്മദിനെ അങ്ങനെ തടവറയിലിട്ടാൽ തീർച്ചയായും അവര് പ്രതിരോധത്തിന് വരും, നിങ്ങൾക്കിടയിൽ പൊരിഞ്ഞ സംഘടന ഉണ്ടാകും, അതൊരു നല്ല തീരുമാനമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ആളുകൾക്ക് തോന്നി അത് ശരിയാണ്. അപ്പൊ വേറൊരാളെ അഭിപ്രായം വന്നാൽ നമ്മളൊരു കാര്യം ചെയ്യാം, നാട് കടത്താം, ശല്യം എവിടെങ്കിലും പോയി തുലയട്ടെ എന്ന് പറഞ്ഞപ്പോഴും ചില ആൾക്കാർ അത് നല്ല അഭിപ്രായം. അപ്പോഴും ഈ പ്രായം ചെന്ന മനുഷ്യനെ എഴുന്നേറ്റ് പറഞ്ഞു, പിന്നെ നിങ്ങൾക്കറിയാലോ മുഹമ്മദിന്റെ വശീകരിക്കാനുള്ള സ്വാധീന ശക്തി ഏതെങ്കിലും ഒരു നാട്ടിലെത്തിപ്പെട്ടാൽ ആ നാട്ടുകാരെ പെട്ടെന്ന് സ്വാധീനിക്കും. അങ്ങനെ ആളെ കൂട്ടിയിട്ട് പിന്നീട് ഒരു തിരിച്ചടി തീർച്ചയായിട്ടും നമുക്ക് നേരെ വരും. അതുകൊണ്ട് ആ തീരുമാനം നല്ലതല്ല. അപ്പോഴാണ് അബൂജഹൽ അവൻ എഴുന്നേറ്റ് താടിയും തലയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് അഭിപ്രായം പറഞ്ഞു, ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. എന്താ? അത് കാച്ചിക്കളയാണ്, കൊന്നുകളയാണ്. എന്നാ പിന്നെ ആ പ്രശ്നം അവിടെ തീരും. അപ്പൊ ഈ പ്രായം ചെന്ന ആളെ എഴുന്നേറ്റ് പറഞ്ഞു, വളരെ ശരിയാണ്, അതാണ് നല്ല അഭിപ്രായം. അയാൾ ഒന്നുകൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു. അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താ? മുഹമ്മദിനെ ഏതെങ്കിലും ഒരാൾ കൊന്നാൽ ബനു ഹാഷിമും ബനുൽ മുത്തലിബും ആ വ്യക്തിയുടെ കുടുംബത്തിന് നേരെ യുദ്ധം പ്രഖ്യാപിക്കും. അപ്പൊ അവർക്ക് ഒറ്റയ്ക്ക് ഇവരെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് കൊലപാതകം നടത്തുന്നത് എല്ലാ ഗോത്രത്തിലെയും പങ്കാളിത്തത്തോടുകൂടെ ആവണം. എല്ലാ ഗോത്രത്തിൽ നിന്നും ഊരിപ്പിടിച്ച വാളുമായി മുഹമ്മദിന്റെ വീട് വളഞ്ഞ് രാവിലെ എഴുന്നേറ്റ് വരുമ്പം എല്ലാവരും കൂടെ വെട്ടിക്കൊല്ല. എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിന് നേരെ ഇവരിൽ നിന്ന് ആക്രമണം ഉണ്ടാവില്ല, നമ്മൾ ഒന്നിച്ച് ചെയ്ത കുറ്റമാണ്, അതിനെ നേരിടാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ആ അഭിപ്രായം പാസ്സാക്കുകയാണ്. അങ്ങനെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. ആരാണ് ഈ പ്രായമുള്ള മനുഷ്യൻ നിങ്ങൾക്കറിയോ? ഇതാണ് സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ ഹബീബിനെതിരെയുള്ള ഗൂഢാലോചനക്ക് മനുഷ്യ വേഷം കെട്ടി ഇയാൾ രംഗത്ത് വന്നതാണ്.